ഭഗവാന്റെ ഭക്തവത്സനായ പോറ്റിയുടെ കാര്യം ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട്. 13 ദിവസമാണ് പോലീസ് കസ്റ്റഡിയിലേക്ക് പോറ്റിയെ ലഭിച്ചിരിക്കുന്നത്. ഒരു തരി സ്വർണം പോലും കയ്യിലില്ല. ലാഭമുണ്ടാക്കിയത് മറ്റുള്ളവരാണെന്ന് പോറ്റി ആവർത്തിക്കുകയാണ്. സ്വർണ്ണക്കൊള്ളയുടെ ഗൂഢാലോചന ബംഗളൂരുവിലാണെന്ന് നടന്നതെന്നും സ്വർണ്ണക്കൊള്ളയിലൂടെ തനിക്ക് വലിയ നേട്ടമുണ്ടായിട്ടില്ല എന്നും ലാഭമുണ്ടാക്കിയത് മറ്റുള്ളവരാണെന്നും പോറ്റി പറയുമ്പോൾ അന്വേഷണ സംഘം ആഭ്യന്തരമന്ത്രി പദം പേറുന്നവർ ഉൾപ്പെടെ വീടുകളിലേക്ക് വന്നേക്കും. ആദ്യ മൊഴി മാറ്റി പറഞ്ഞത് ബാംഗ്ലൂർ സംഘത്തിന്റെ നിർദ്ദേശപ്രകാരമാണെന്ന വാദം കേസിന്റെ ഗതി CPIM-ന്റെ തലയിൽ നിന്നും വഴിതിരിച്ചു വിടുന്നതിനുള്ള പദ്ധതിയാണോ എന്ന സംശയമാണ് പ്രബലമാകുന്നത്. ദേവസ്വം ബോർഡുമായി ഒരു അന്തർ സംസ്ഥാന സംഘം തന്നെ പിടിമുറുക്കിയിട്ടുണ്ടെങ്കിൽ ഇത് പോറ്റിയെ കരുവാക്കി നടത്തിയ ആസൂത്രിത കൊള്ളയാണെന്നതിൽ യാതൊരു തർക്കവുമില്ല. ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് ദേവസ്വം ബോർഡിന്റെ ഉള്ളൊളികളിലേക്ക് തന്നെയാണ്. ഒരുപക്ഷെ അവരുടെ ഒത്താശയോടെ തന്നെയാകും സ്വർണ്ണപ്പാളി എന്നത് ചെമ്പെന്ന് തിരുത്താൻ ധാരണയാക്കിയതും. പോറ്റിക്കൊള്ള സംഘത്തിന്റെ ഒരു ചെറുകരു മാത്രം. അയാളെ മുന്നിൽ നിർത്തി കളിച്ച് പങ്കുപറ്റിയവരിൽ വാസുവും പത്മകുമാറും കടകംപള്ളിയും ഒക്കെയുണ്ട്. 2 മുതൽ 8 വരെയുള്ള പ്രതികൾക്ക് ലാഭം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ പോറ്റി സന്നിധാനത്ത് നിന്നും സ്വർണം മോഷ്ടിച്ചെടുത്ത് വിതരണം ചെയ്തു എന്നത് അന്വേഷണ റിപ്പോർട്ടിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അറിഞ്ഞുകൊണ്ട് നടത്തിയ കൊള്ള തെളിയിക്കാൻ ഇന്നത്തെ സർക്കാരിന് ഇച്ഛാശക്തിയുണ്ടെന്ന് തോന്നുന്നുമില്ല. പിണറായി അധികാരത്തിലേറിയ 2016 മുതൽ കക്കാൻ തുടങ്ങിയതാണ് പോറ്റി. തന്റെ പദ്ധതി നടപ്പിലാക്കാൻ VVIP എന്ന തരത്തിൽ കലിയുഗ വരദനോടുള്ള ഭക്തി മൂടുപടം പേറി. ഭക്തജനങ്ങൾ കൊടുത്ത നേദ്യത്തിൽ നിന്നും അടിച്ചുമാറ്റി ഭഗവാന്റെ കാവൽക്കാരനായി നിന്നു. ഉന്നതരായുള്ള ബന്ധം സ്ഥാപിക്കലും അതിൽ പ്രധാന ആകർഷണമായി. എന്ത് പറയാനും എന്ത് പ്രവർത്തിക്കാനും കക്കാനുമുള്ള വഴിവിട്ട സ്വാതന്ത്ര്യം പോറ്റിയെ ശബരിമലയിലെ പണി എളുപ്പമാക്കി. എന്തായാലും മറ്റു കൊള്ള പോലെ തേച്ചു മാച്ച് കളയാൻ സാധിക്കുന്നതല്ല ഈ വിഷയം. കാരണം അത്രയേറെ ജനം ഇതിന്റെ സത്യാവസ്ഥക്കായി മുറവിൽ കൂട്ടുന്നുണ്ട്. കള്ളന്മാരുടെ നേതാവ് കൊട്ടാരത്തിൽ കഴിയുമ്പോൾ ശിങ്കിടിമാരെ ശിക്ഷിക്കുന്നതിൽ മാത്രം പോലീസ് ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ അന്വേഷണം വ്യാപിപ്പിക്കാൻ സാധിച്ചാൽ മാത്രമേ ഈ 1.5 മാസ കാലയളവിൽ കട്ടവരും കട്ടതിന് കൂട്ടുനിന്നവർക്കും പിടിയിലാകൂ.